ഹലോ എവരിവൺ, ഇന്ന് പ്രിൻസസ് കട്ടിലൊരു എയർലൈൻ കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് വെച്ചിട്ടുള്ള കുർത്തിയുടെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. നൈറ്റി മെറ്റീരിയലിലാണ് ഞാൻ കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നത്. മെറ്റീരിയൽ ഞാൻ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചു. ഇനി അളവുകൾ മാർക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഒരു 40 സൈസിലുള്ള കുർത്തിയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഷോൾഡറും എം ഹോളും 7.5 ഇഞ്ചസ് ആണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് 10 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. എന്നിട്ട് 2 ഇഞ്ചാണ് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുന്നത്. കാരണം നമ്മൾ പ്രിൻസസ് കട്ട് ചെയ്യുമ്പോൾ അവിടെ ജോയിനിങ് വരും. അങ്ങനെ തയ്യൽ തുമ്പ് അര ഇഞ്ച് പോകും. അതുകൊണ്ട് നമുക്ക് വീതി കുറഞ്ഞു പോകാൻ ശേഷമാണ് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. 1.5 ഇഞ്ച് എം ഹോൾ കർവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എം ഹോൾ ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തു. വിഡ്ത്ത് ആയിട്ട് 9.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി ഈ രണ്ട് പോയിന്റുകൾ തമ്മിൽ ജോയിൻ ചെയ്യാം. വേസ്റ്റിന്റെ മാർക്കിങ്ങിൽ നിന്നും താവിലേക്ക് ഇതുപോലെ ഇങ്ങനെ ചെരിച്ചിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓപ്പൺ ആയിട്ടുള്ള ഭാഗത്ത് 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തതിനു ശേഷം ഇതുപോലെ ചെരിച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്തതിനു ശേഷം ബാക്ക് പീസ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിൽ മാർക്ക് ചെയ്യാം. ഫസ്റ്റ് ആം ഹോൾ അര ഇഞ്ചിൽ കുഴിച്ച് മാർക്ക് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ആം ഹോളിന്റെ ചുറ്റും ഇങ്ങനെ അളവെടുത്ത് നോക്കാം. എന്നിട്ട് അതിന്റെ പകുതി എത്രയാണ് കിട്ടുന്നത് അവിടെ ഒന്ന് മാർക്ക് ചെയ്യണം. എനിക്ക് 12 ഇഞ്ചാണ് കിട്ടിയത്. അതിന്റെ പകുതി 6 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്തു. ബസ് പോയിന്റ് മാർക്ക് ചെയ്യാം. 10 ഇഞ്ചിലാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ 11 ഇഞ്ചിൽ മാർക്ക് ചെയ്താൽ മതി. ഇനി ബസ്റ്റിന്റെ ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ ചെസ്റ്റ് എത്രയാണോ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് 40 ആണ് ചെസ്റ്റ്. അത് ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4 കിട്ടിയത്. അപ്പൊ ഞാൻ ബസ്റ്റിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഈ ബസ് പോയിന്റിൽ നിന്നും ആം ഹോളിന്റെ സെന്ററിൽ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ജോയിൻ ചെയ്യാണ്. താവിന്റെ സെന്റർ മാർക്ക് ചെയ്യാണ്. സെന്ററിൽ മാർക്ക് ചെയ്ത ഈ പോയിന്റിൽ നിന്നും ബസ് പോയിന്റിലേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ലൈനിലൂടെ കട്ട് ചെയ്ത് മാറ്റാം. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ 3 പീസ് ആയിട്ടാണ് ഉണ്ടാവുക. ഇനി നമുക്കിത് ജോയിൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഇങ്ങനെ നല്ല സൈഡുകൾ ഒന്നിച്ചിട്ട് ഇതുപോലെ വെക്കുക. എന്നിട്ട് മുകളിൽ നിന്ന് താഴോട്ടേക്കാണ് സ്റ്റിച്ച് ചെയ്ത് പോകേണ്ടത്. ബാക്ക് പീസാണ് ഇത്. ഇതിൽ നമുക്ക് ബാക്ക് നെക്ക് കട്ട് ചെയ്യാം. 3 ഇഞ്ച് വിത്തിലും 4 ഇഞ്ച് ലെങ്ത്തിലുമാണ് ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി മെറ്റീരിയൽ ഞാൻ നല്ലതായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്ലീവിന്റെ വിത്ത് 10 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ ആം ഹോൾ എത്രയാണോ അതിനോട് 2.5 ഇഞ്ച് ആഡ് ചെയ്താണ് സ്ലീവിന്റെ വിത്ത് എടുക്കേണ്ടത്. എന്റെ ആം ഹോൾ 7 ഇഞ്ച് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ 10 ഇഞ്ചിൽ വിത്ത് എടുത്തു. ഇനി ഇവിടെ 3.5 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ സ്ലീവിന്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം. സ്ലീവ് ഓപ്പണിംഗ് 5.5 ഇഞ്ചാണ് വേണ്ടത്. അതിനോട് 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി മാർക്ക് ചെയ്തു. എന്നിട്ട് ഇവിടെ ഇരുന്ന് ഇങ്ങോട്ടേക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാണ്. ഇനി സ്ലീവ് കട്ട് ചെയ്ത് മാറ്റാം. സ്ലീവിന്റെ ഫ്രണ്ട് പാർട്ട് അര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ട് കുഴിച്ച് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് ഞാൻ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ജോയിനിങ്ങിന് വേണേൽ എന്തെങ്കിലും ലേസോ അല്ലെങ്കിൽ പൈപ്പിങ്ങോ കൊടുക്കാം. മുമ്പ് ചെയ്ത വീഡിയോയിൽ ഞാൻ ഇവിടെ ലേസ് അറ്റാച്ച് ചെയ്യുന്ന കാണിച്ചിട്ടുണ്ട്. അപ്പൊ അറിയാത്തവര് അത് കണ്ടു നോക്കിക്കോളൂ. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. ലെങ്ത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള ലെങ്ത്തിനേക്കാൾ 1 ഇഞ്ചെങ്കിലും എക്സ്ട്രാ എടുക്കണം. കാരണം നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താവ് ഒന്ന് നിങ്ങൾക്ക് ലെവൽ ചെയ്ത് കട്ട് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് അപ്പൊ ലെങ്ത് കുറയാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നത്. ഫ്രണ്ട് നെക്ക് ഞാൻ ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തു. ഈ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നെക്കിന്റെ സ്റ്റിച്ചിങ് ഒക്കെ ഞാൻ എല്ലാ വീഡിയോസിലും കാണിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ബാക്ക് നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ചിട്ടാണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. ഇനി ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതിനുശേഷം സാധാരണ പോലെ സ്ലീവ് ജോയിൻ ചെയ്യണം. സ്ലീവ് അറ്റാച്ച് ചെയ്തപ്പോൾ ആം ഹോളോ ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി സൈഡ് ജോയിൻ ചെയ്യാം. 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നത്. വേസ്റ്റിന്റെ അവിടെ വരെയും 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് താഴോട്ടേക്ക് പോകുമ്പോൾ വിട്ട് കുറച്ചിട്ടാണ് ജോയിൻ ചെയ്തെടുക്കേണ്ടത്. താവ് ഞാൻ ലെവലിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് താവ് കൂടി മടക്കി സ്റ്റിച്ച് ചെയ്യണം.
അങ്ങനെ എ ലൈൻ പ്രിൻസസ് കട്ട് കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.